എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എയർ ഇന്ത്യ എക്സ്പ്രസിലേക്ക് വന്നിട്ടുള്ള എയർലൈനിലേക്ക് വന്നിട്ടുള്ള വേക്കൻസികളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. എന്തൊക്കെ വേക്കൻസികളാണ് വന്നിട്ടുള്ളതെന്നും ഇതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ തൊഴിലവസരങ്ങൾ അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം എയർ ഇന്ത്യ എക്സ്പ്രസ് എയർലൈൻസിലേക്ക് വന്നിട്ടുള്ള വേക്കൻസികൾ എന്തൊക്കെയാണെന്ന്. പെർഫോമൻസ് ടെസ്റ്റ് ലീഡ്, ഡിവോപ്സ് എഞ്ചിനീയർ, ഹെഡ് എൻ്റർപ്രൈസ് ടെക് പോസ്റ്റിലേക്കാണ് ഹെഡ് വേക്കൻസി വന്നിട്ടുള്ളത്. അതുപോലെ സർവീസ് നൗ ആർക്കിടെക്റ്റ്, മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് സീനിയർ അസോസിയേറ്റ്, എൻ്റർപ്രൈസ് ടെക് വിഭാഗത്തിലേക്ക് സാപ്പ് അരീബ കൺസൾട്ടൻറ്റ്, കാർഗോ വിഭാഗത്തേക്ക് ക്ലസ്റ്റർ മാനേജർ. ഇത് ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലായിരിക്കും ജോലി ലഭിക്കുക. പ്രോഗ്രാം ആൻഡ് പെർഫോമൻസ് മാനേജ്മെൻറ്റ് പോസ്റ്റ് വിഭാഗത്തിലേക്ക് ഹെഡ് ആൻഡ് പ്രോഗ്രാം മാനേജ്മെൻറ്റ്, എൻ്റർപ്രൈസ് ടെക് വിഭാഗത്തിലേക്ക് ഡെവലപ്പർ സർവീസ്, പ്രോഗ്രാം ആൻഡ് പെർഫോമൻസ് മാനേജ്മെൻറ്റ് വിഭാഗത്തിലേക്ക് മാനേജർ, എൻ്റർപ്രൈസ് ടെക് വിഭാഗത്തിലേക്ക് സീനിയർ ചാറ്റ്ബോട്ട് ഡെവലപ്പർ, കാഡറ്റ് പൈലറ്റ് സ്കൂൾ പോസ്റ്റ് വിഭാഗത്തിലേക്ക് മാനേജർ, കാർ 147 വിഭാഗത്തിലേക്ക് അസോസിയേറ്റ് എഞ്ചിനീയറിംഗ് ട്രെയിനിങ്, കാർഗോ വിഭാഗത്തിലേക്ക് സീനിയർ അസോസിയേറ്റ്, അതേപോലെ തന്നെ കാർഗോ സെയിൽസും വേക്കൻസിയുണ്ട്. അതേപോലെ തന്നെ കാർഗോ വിഭാഗത്തിലേക്ക് അസോസിയേറ്റ് മാനേജർ, എൻ്റർപ്രൈസ് ടെക് വിഭാഗത്തിലേക്ക് സക്സസ് ഫാക്ടേഴ്സ് ഡെവലപ്പർ, സർവീസ് ട്രെയിനിങ് വിഭാഗത്തിലേക്ക് മാനേജർ, ടെക്നിക്കൽ സർവീസ് വിഭാഗത്തിലേക്ക് അസോസിയേറ്റ് മാനേജർ, കാർഗോ വിഭാഗത്തിലേക്ക് അസോസിയേറ്റ് കാർഗോ സെയിൽസ് കോർഡിനേറ്റർ, ലൈൻ മെയിൻ്റനൻസ് വിഭാഗത്തിലേക്ക് ലൈസൻസ്ഡ് എഞ്ചിനീയർ, അതിലേക്ക് AME അല്ലെങ്കിൽ സീനിയർ AME അല്ലെങ്കിൽ ഡ്യൂട്ടി എഞ്ചിനീയർ വിഭാഗത്തിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടാവും. കാർഗോ വിഭാഗത്തിലേക്ക് ക്ലസ്റ്റർ മാനേജർ, ഇത് ഗുജറാത്തിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. കാർഗോ വിഭാഗത്തിലേക്ക് ക്ലസ്റ്റർ മാനേജർ കേരളയിലേക്കും വേക്കൻസി ഉണ്ട്. ലോയലിറ്റി വിഭാഗത്തിലേക്ക് സീനിയർ മാനേജർ, അതേപോലെ ലോയലിറ്റി വിഭാഗത്തിലേക്ക് മാനേജർ, സർവീസ് ട്രെയിനിങ് വിഭാഗത്തിലേക്ക് അസോസിയേറ്റ് മാനേജർ, ക്ലാസ് റൂം സെൻറ്റർ വിഭാഗത്തിലേക്ക് ഹെഡ്, കാർഗോ വിഭാഗത്തിലേക്ക് മാനേജർ, അതേപോലെ എൻ്റർപ്രൈസ് ടെക് വിഭാഗത്തിലേക്ക് പ്രോഗ്രാം മാനേജർ. ഇത്രയും പോസ്റ്റുകളാണ് എയർ ഇന്ത്യ എയർലൈൻസിലേക്ക് വന്നിട്ടുള്ള വേക്കൻസികൾ. ഇത്രയും വേക്കൻസികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒന്നും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നില്ല. ഒരുപാട് വീഡിയോ നീണ്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് ലാഗ് അടിക്കും, ഒരുപാട് കാര്യങ്ങൾ നീണ്ടു പോകും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വിഭാഗത്തിലേക്ക്, ഏതെങ്കിലും പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസിയെക്കുറിച്ചുള്ള പൂർണ്ണ രൂപം അറിയാൻ കഴിയുന്നതാണ്. ഏതൊക്കെ വേക്കൻസികളാണ് നമ്മൾ ഈ പറഞ്ഞ വേക്കൻസികളൊക്കെ അവൈലബിൾ ആണ്. അതേക്കുറിച്ചുള്ള കാര്യങ്ങൾ അതിലുണ്ട്. ഏത് വേക്കൻസിയിലേക്കാണോ നിങ്ങൾക്ക് താല്പര്യം അതിൻ്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കാണാം. ഇനി അതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ എയർ ഇന്ത്യയുടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫ്രീ ആണ്, തീർത്തും ഫ്രീ ആണ്, യാതൊരു ചാർജും ഉണ്ടാവില്ല. ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുകയുള്ളൂ. അവൾ താല്പര്യമുള്ളവർ ആദ്യം ജോബ് വേക്കൻസികൾ ചെക്ക് ചെയ്യുക, അതിൻ്റെ ക്വാളിഫിക്കേഷനും യോഗ്യതകളും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അതിന് യോഗ്യനാണെങ്കിൽ ഒരു പ്രൊഫൈൽ എയർ ഇന്ത്യ സൈറ്റിൽ ക്രിയേറ്റ് ചെയ്യുക. അതും ഇതിൽ തന്നെ ഈ ഒരു ഞാൻ കൊടുത്തിട്ടുള്ള ലിങ്കിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ ഒരു സൈറ്റ്, ആ ഒരു പേജിൽ തന്നെ സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് യോഗ്യതയുള്ള വേക്കൻസി ഏതാണോ, പോസ്റ്റ് ഏതാണോ അതിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ യോഗ്യതയുള്ളവർക്ക് ജോലി ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ വേക്കൻസികളുമായിട്ട്, കൂടുതൽ തൊഴിലവസരങ്ങളുമായിട്ട് വീണ്ടും കാണാം.